ഹലോ, അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന കൂട്ടക്കുരുതികൾ, എത്രയെത്ര കുട്ടികളും പാവങ്ങളും ചെറിയ ചെറിയ പിഞ്ചുമക്കൾ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ, ഒരു സ്ഥലത്ത് അവർ നാടും വീടും കുടുംബം ഇട്ടെറിഞ്ഞ് വെള്ളമില്ല, ഭക്ഷണമില്ല, സൗകര്യമില്ല നടന്നു പോകുന്ന സമയത്ത് ഈ ജൂതപ്പിശാചികൾ അവർക്ക് നേരെ ബോംബെറിഞ്ഞ് കൊല്ലുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണ്, അവരും ജീവനുള്ളവരാണ്. ഒരു ഹമാസിൻ്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത ഭൂതത്തെ നിർമ്മിച്ചുണ്ടാക്കി ചെയ്യുന്ന ഓരോ പണികളാണിത്. നമുക്കറിയാലോ, മുമ്പ് ഈ അണുവായുധം സൂക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സദ്ദാം ഹുസൈനെ എന്ത് ചെയ്തു, വധിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗൂഢതന്ത്രം ഉണ്ടല്ലോ, അതേ രൂപത്തിൽ ഇന്നെന്താണ് മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അവിടെ നിന്ന് ഇല്ലാതെ ചെയ്തുകൊണ്ട് ആ രാഷ്ട്രം ജൂതന്മാർ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന നരനായാട്ടിൽ ഒരല്പം എങ്കിലും മനുഷ്യസ്നേഹമുണ്ടെങ്കിൽ, ഒരല്പമെങ്കിലും വർഗസ്നേഹമുണ്ടെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമോ? ഹമാസിൻ്റെ ആളുകളെ പിടിച്ച് കൊല്ലുന്നതിലല്ല പ്രശ്നം. അവരിവിടെ കൊല്ലുന്നത് ആരെയാണ്? ചെറിയ ചെറിയ പിഞ്ചു മക്കൾ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ നമ്മൾ കണ്ണുനീര്, അല്പം ഒരു കണ്ണിച്ചോരുണ്ടാകാറുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സഹിച്ച് നിൽക്കാൻ കഴിയില്ല. അവർ ചെയ്യുന്നത് കണ്ടാൽ പുല്ല് പറിച്ച് തിന്നുക, ചെറിയ കുട്ടികൾ പുല്ല് പറിച്ച് തിന്നുക എന്നതുപോലെ എന്താണ് അവർ മണ്ണ് ചൂടാക്കിക്കൊണ്ട് തിന്നുന്ന രംഗം, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് പറയപ്പെട്ടിട്ടുണ്ട്, എന്ത് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടുകയെന്ന്. എന്നതുപോലെ കല്ല് വെച്ച് കെട്ടി കൊടുക്കുക ചെറിയ ചെറിയ കുട്ടികൾക്ക്. അവരെന്താണ് ആ നിലവിളിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ അവരെന്ത് ചെയ്യാണ്, ഈ വളരെ വിഷമത്തിൽ. നമ്മൾക്ക് ചെയ്യാനുള്ളത് സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനി അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഓരോ രാഷ്ട്രങ്ങളിലും ഇവിടെ അമേരിക്കൻ്റെ പട്ടാളങ്ങൾ കുടിയിരുന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഖത്തറിലും ഇപ്പം എന്താണ് അമേരിക്കൻ്റെ പട്ടാളമുണ്ട്. എന്നാൽ ഇവർ നിൽക്കുന്നതൊക്കെ അവിടെ വെച്ചുകൊണ്ട് അവർക്ക് ആക്രമിക്കാൻ എന്തോ ഒരു എളുപ്പമായി തീരുമെന്നോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ കാലം അവസാനിച്ചിരിക്കുന്നു. എന്നിട്ടും ചില ആളുകൾ, നമ്മളിൽപ്പെട്ട ചില ആളുകൾ ആർമാദിക്കല്ലേ, മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ട് ഗ്രൂപ്പ് പറഞ്ഞുകൊണ്ട് കള്ളത്തെരീക്കത്തിൻ്റെ ആളുകളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയുള്ള ആളുകൾ ആർമാദിക്കുമ്പം ഒരല്പസമയം ഗസയിലേക്ക് അവരൊന്ന് ചിന്തിക്കണം. ഗസയിലെ ആ പിഞ്ചു കുട്ടികളെ അവർ ഓർക്കുകയും അവർക്ക് വേണ്ടി ദ്വാർക്കെങ്കിലും ചെയ്യണം. ഇവരെ പരിപാടിയിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളൊക്കെ സുബഹിക്ക് നാസിലത്തിൻ്റെ കുനൂത്ത് ഓതണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിസ്കാരത്തിലെ കുനൂത്തിൽ നാസിലത്തിൻ്റെ കുനൂത്ത് ഇങ്ങനത്തെ സന്ദർഭത്തിലേക്കാണ് റസൂലുള്ളാഹി നമുക്ക് സുന്നത്താക്കിയത്. അപ്പോൾ ഇത് ചെയ്യണം. നമ്മൾക്ക് അവരോട് ഐക്യദാർഷ്ട്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കുട്ടികളോട്